ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് വേവ്സ്. ഇന്ന് നമ്മൾ എസ് എസ് എൽ സിൻ്റെ 10th ടേം കണക്ഷൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ടേം കണക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സമ്മ്. അതായത് ഇത്ര നേരം നമ്മൾ ഇത്രയും ലാസ്റ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ടേംസിൻ്റെ കണക്ഷൻ, ടേം എങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പോൾ 20th ടേം, 25th ടേം, ആ ടേം തമ്മിലുള്ള നമ്മൾ കാര്യങ്ങളാണ് അതാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ടേം കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് സമ്മ് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതായത് ടേം കണക്ഷൻ യൂസ് ചെയ്ത് കുറച്ച് ട്രിക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സമ്മ്, കുറച്ച് ടേംസിൻ്റെ സമ്മ് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും കാണാൻ പറ്റില്ല, എല്ലാത്തിൻ്റെയും നമുക്ക് ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കും. പക്ഷേ ഇവിടെ ടേം കണക്ഷൻ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങളുടെ സമ്മ് കാണാനുള്ള ടെക്നിക്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ടേം എങ്ങനെ കണക്റ്റ് ആയിരിക്കണമെന്ന് ആദ്യം പറയാം. അതായത് ഇപ്പോൾ 10th ടേം, ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10th ടേം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ടേമാണോ ഇഷ്ടം നിങ്ങളത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 10th ടേമാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഈ 10th ടേമിൻ്റെ ഈക്വലായിട്ട് ഈ ഒരു ടേമും ഇപ്പോൾ 10th ടേം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 10th ടേം ദാറ്റ് ഈസ് 25 എന്ന് വിചാരിക്കുക. 10th ടേമിൻ്റെ 10th ടേം 25 ആണ്, അത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സം ഓഫ് 9th ടേം ആൻഡ് 11th ടേം. ഓക്കെ, ദ സം ഓഫ് 9th ടേം ആൻഡ് 11th ടേം എന്ന് പറയുന്നത്, അതായത് ഈ 10ൻ്റെ തൊട്ടടുത്തുള്ള ഈക്വൽ ഡിസ്റ്റൻസിലുള്ള, ഇപ്പോൾ 10th 9 എന്ന് പറയുമ്പോൾ ഈക്വൽ 1 ഡിസ്റ്റൻസ് അല്ലേ, ഒരു സ്റ്റെപ്പ് കുറവ്. അതുപോലെ 10th എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ്, 10th 11th പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, ബാക്കിൽ ഫോർവേഡ് നോക്കുമ്പോഴും ബാക്ക്വേർഡ് നോക്കുമ്പോഴും എങ്ങനെയാണ്, സെയിം ഡിസ്റ്റൻസ് ആയിരിക്കുന്നുണ്ട്. സെയിം ഡിഫറൻസ്, ആ ടേം ഡിഫറൻസ് സെയിം ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ 9th ടേമിൻ്റെയും 10th ടേമിൻ്റെയും സം എന്ന് പറയുന്നത് ദ സം ഓഫ് 9th ആൻഡ് 10th അല്ല 11th ടേം സം എന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്വൈസ് ദ മിഡിൽ ടേം. അതായത് മിഡിൽ ടേമിന് ഡബിൾ ആയിരിക്കും. അതായത് ഈ മിഡിൽ ടേം എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, സോ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും അത്. അപ്പം മിഡിൽ ടേം എന്താണ് ശരിക്കും? മിഡിൽ ടേം ദാറ്റ് ഈസ് 25. സോ എന്തായിരിക്കും 2 × 25. ആ മിഡിൽ ടേം എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ 2 × 25 ദാറ്റ് ഈസ് 50. സോ സം ഓഫ് ദ 9th ടേം ആൻഡ് 11th ടേം എന്തായിരിക്കും? 2 × 25 ട്വൈസ് ദ മിഡിൽ ടേം. ആ നടുക്കുള്ള ടേമിൻ്റെ ടേം എന്താണോ അത് മൾട്ടിപ്ലൈ, then 2 × 25 that is 50. Then at the same way ശ്രദ്ധിക്കുക, ചെറിയൊരു വ്യത്യാസത്തിൽ പറയാം. 10th ടേം ഉണ്ട്. ഈ 10th ടേമിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നേ ഉള്ളൂ, അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ 2 ഡിഫറൻസിൽ ഈ 8th ടേമും ഉണ്ട്. അറ്റ് ദ സെയിം വേ 2 ഡിഫറൻസ് ഫോർവേഡ് പോകുമ്പോൾ എന്താ 12th ടേമും ഉണ്ട്. ഈ 8th ടേമിൻ്റെയും 12th ടേമിൻ്റെയും സമ്മും എന്തായിരിക്കും? ട്വൈസ് ദാറ്റ് മിഡിൽ വൺ. ആ മിഡിലിൻ്റെ ട്വൈസ് ആയിരിക്കും മിഡിൽ ടേം. അതായത് നമ്മൾ എന്തിൻ്റെ ബേസ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന 10 ആണ്. ഈ 10 ആണ് അവിടുത്തെ മിഡിൽ. സോ ആ മിഡിലിൻ്റെ എന്തായിരിക്കും? ട്വൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സം ഓഫ് ദ 8th ടേം ആൻഡ് 12th ടേം, 8th ടേമിൻ്റെ 12th ടേമിൻ്റെ എന്തായിരിക്കും വെച്ചാൽ 2 × 25 സെയിം 50 തന്നെയായിരിക്കും. ഓക്കെ, സോ അറ്റ് ദ വേ കുറച്ച് കഴിയുമ്പോൾ എന്താ 7th ടേം വരുന്നു വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 13th ടേം ആയിരിക്കും. ഈ സം ഓഫ് 7 and 13th ടേമും എന്തായിരിക്കും? 50 ആയിരിക്കും. ട്വൈസ് ദ മിഡിൽ വൺ ബേസ്ഡ് ഓൺ ദിസ് മിഡിൽ വൺ. ഓക്കെ, ഈ 10th ടേം അതാണ് അവിടുത്തെ മിഡിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് മിഡിൽ ടേം തരും, എന്നിട്ട് ബാക്കിയുള്ള ടേംസിൻ്റെ സമ്മ് ചോദിക്കും. സമ്മാണ് കേട്ടോ, മൊത്തത്തിലുള്ള സമ്മല്ല. ശ്രദ്ധിക്കണം, അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആ ഡിഫറൻസ്, ആ ടേം ഡിഫറൻസിലും ഫോർവേഡിലും ഫ്രണ്ടിലും ബാക്ക്വേർഡിലുമുള്ള ആ ടേംസിൻ്റെ സം മാത്രം, ആ 2 ടേംസിൻ്റെ സം മാത്രമാണ് എന്തായിരിക്കും? ട്വൈസ് ദ മിഡിൽ വൺ. ഓക്കെ,
സോ ഇതാണ് ടേം കണക്ഷൻ. ഇതിൽ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് വൺ, ഇത് മനസ്സിലാക്കി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജസ്റ്റ് രണ്ട് ഐ മീൻ ഇപ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ ടെന്നിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള ആ ഒരു കാൽക്കുലേഷനാണ് പോകുന്നത്. അറ്റ് ദ സെയിം വേ ഇതിന് ചെറിയൊരു വ്യത്യാസത്തിൽ അടുത്തൊരു സെക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇത് ചോദിക്കുകയാണ് 10th, നമുക്ക് ഇപ്പോൾ 10th ടേമിൻ്റെ മാത്രം തന്നിട്ട് ചോദിക്കുവാണെങ്കിലാണ് 10th ടേം ദാറ്റ് ഈസ് 25 എന്ന് വിചാരിക്കുക കേട്ടോ. 25 ആണ്. സോ ദ സം ഓഫ് 3 ടേംസ്, അതായത് 9th ടേം, 10th ടേം ആൻഡ് 11th ടേം, ഈ 3 ടേമിൻ്റെയും ചോദിക്കാൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചുമ്മാ 3 ടേം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതരുത്. ഇപ്പം 3 ടേം തന്നിട്ടുണ്ട്. ഇതെന്താ ശരിക്കും 3 എന്ന് പറയുമ്പോൾ 1, 2, 3. 3 പറയുമ്പോൾ 3 മീൻസ് വാട്ട്? ദാറ്റ് ഈസ് ഓഡ് വൺ അല്ലേ? 3 മീൻസ് ദാറ്റ് ഈസ് ഓഡ് വൺ. അപ്പോൾ ഇവിടെ എത്രയുണ്ട് നോക്കുക? 1, 2, 3, 4, 5. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഓഡ് വൺ. ഈ നമ്പർ ഓഫ് ടേംസിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റും. സം ഓഫ് ഓൾ ദീസ് 3. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് ടേം ഓഡാണെങ്കിൽ, നമ്പർ ഓഫ് ടേം ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പം മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എന്താ? ഇതിൻ്റെ മിഡിൽ ടേം 25 ആണ്. സോ 25 ഇൻറ്റു എത്ര ടേംസ് ഉണ്ട്? 1, 2, 3. നമ്പർ ഓഫ് ടേം 3 ആണ്. സോ 3, ദാറ്റ് ഇസ് 75. ഓഡ് നമ്പർ, അതായത് നമ്പർ ഓഫ് ടേം ഓഡ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ കാൽക്കുലേഷനോ ഐ മീൻ ഫർദറായിട്ട് കുറേ ഇക്വേഷനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 3 എന്നുള്ളത് ഓഡ്. നമ്പർ ഓഫ് ടേംസ് ഓഡാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ആണ് എത്ര എണ്ണം എന്നുള്ളതാണ്. ഇപ്പോൾ 1, 2, 3 അതുപോലെ എത്ര എണ്ണം എന്നുള്ളത് നോക്കണം. സോ ആ 3 ടേമിൻ്റെ മിഡിലായിട്ടുള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരും. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. സോ മിഡിൽ ടേം ഇവിടെ എത്രയാണ്? 25. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മിഡിൽ ടേം മാത്രമേ തരുള്ളൂ. എന്നിട്ട് ഒരു 5 ടേംസ് എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാണാൻ പറയും. മിഡിൽ ടേം എന്നുകൊണ്ട് എന്താ? മിഡിൽ ഇൻറ്റു 5. സോ ഇതിൽ മിഡിൽ ടേം നമുക്ക് 10th ടേം എത്രയാണ്? 25. സോ 25 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 1, 2, 3, 4, 5. സോ 125. ഇങ്ങനെയാണ് ടേം കണക്ഷൻ. 2 രീതിയിലുണ്ട്. ഒന്ന് ഈ ഒരു സെക്ഷൻ, ഇത് ഫസ്റ്റ് സെക്ഷൻ. ശ്രദ്ധിക്കട്ടോ, അത് ഡൗട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇത് ഫസ്റ്റ് സെക്ഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ദിസ് ഇസ് സെക്കൻഡ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷനിൽ നമ്പർ ഓഫ് ടേംസിൻ്റെ നമ്പർ എങ്ങനെയാണ്, നമ്പർ ഓഫ് ടേംസ് ഓഡാണോ ഇവണാണോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവണാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ മുന്നിലുള്ള ടേംസ് ആ സെക്ഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഡ് നമ്പർ ആണെങ്കിൽ ഇതൊരു മെത്തേഡാണ്. ഓക്കെ, ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എത്ര ടേംസ് ഉണ്ട് അതിൻ്റെ സമ്മ് കിട്ടും. ഇപ്പോൾ 11 ടേംസ് ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കുക, ഇൻറ്റു നമ്പർ ഓഫ് ടേം ഇൻറ്റു 11 ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റ് 11 ടേംസിൻ്റെ സമ്മ് എളുപ്പത്തിൽ കിട്ടും. നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 4th ടേം പേജ് നമ്പർ 26 പേജ് നമ്പർ 26 4th ടേം ഓഫ് ദ സീക്വൻസ്. 4th ടേം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 4th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഒരു AS ഐ മീൻ അരിത്തമാറ്റിക് സീക്വൻസിൽ 4th ടേം 8 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ സം ഓഫ് പെയർ ഓഫ് ടേംസ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ സം ഓഫ് 3rd ആൻഡ് 5th ടേം എന്തായിരിക്കും? നമുക്കറിയാം 3rd ടേം, 4th ടേം, 5th ടേം അല്ലേ? സോ ഇങ്ങനെ വരുവാണ്. അപ്പോൾ 3rdൻ്റെയും 5th മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കണം, ഫസ്റ്റ് 3 ടേംസിൻ്റെയും ചോദിച്ചിട്ടില്ല. 3rdൻ്റെയും 5th മാത്രം സമ്മാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിഡിൽ ടേമിൻ്റെ ട്വൈസ്, ഐ മീൻ സെൻട്രലുള്ള 4th ടേമിൻ്റെ ട്വൈസ്. സോ വി ക്യാൻ റൈറ്റ് ആസ് ജസ്റ്റ് നമുക്ക് എങ്ങനെ ഇത് 2 ഇൻറ്റു 4th ടേം എന്താണ്? 8. 2 ഇൻറ്റു
8, so that is 16. അപ്പോൾ നെക്സ്റ്റ് വൺ അടുത്തത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ജസ്റ്റ് ബി പാർട്ട്. അടുത്ത ബി പാർട്ട്. ദെൻ സം ഓഫ് സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം. ജസ്റ്റ് സെക്കൻഡ് ടേമും സിക്സ് ടേമും. സോ നമുക്കറിയാം ഇവിടെ സെക്കൻഡ് ടേം വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? സിക്സ്ത് ടേം ആവും. സിക്സ്ത് ടേം. സോ നമുക്ക് ഫിഫ്ത്ത് കഴിഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ട്വൈസ് 2 into 8. ട്വൈസ് ദ മിഡിൽ വൺ. ഇവിടെ ഫോർത്ത് ടേം ആണ് മിഡിൽ വൺ. സോ ഫോർത്ത് ടേം എന്താണ്? ഇവിടെ 8 ആണ്. സോ 2 into 8. സോ ദാറ്റ് ഈസ് ഓൾസോ 16. അറ്റ് ദ സെയിം വേ സിയിൽ പറയുന്നത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെവൻത്ത്. സോ എന്താ? അഗെയിൻ 2 into 8. ദാറ്റ് ഈസ് 60. ഇതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് 60, 60, 60 ആണ്. ഇത് നമ്മുടെ എ പാർട്ട്, ഐ മീൻ ഫസ്റ്റ് സെക്ഷൻ. ഇനി സെക്കൻഡ് സെക്ഷനിൽ പറയുന്നുണ്ട്. ഇതിൽ ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത് വൺ സെക്കൻഡ്. ഇതിൻ്റെ സെക്കൻഡ് സെക്ഷൻ ബി പാർട്ടിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം. സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. സോ നമുക്കറിയാം എന്താണ്? 3 ടേമിൻ്റെയും സമ്മ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 4 3, 4, 5. ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് 4 സോ ഫോർത്ത് ടേം ഇൻറ്റു അല്ലേ, ഫോർത്ത് ടേം ഇൻറ്റു വാട്ട് ഈസ് ദാറ്റ്? നമ്പർ ഓഫ് ടേംസ് 1, 2, 3 ടേംസ്. ഇതിൽ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ചിലവർ ചെയ്ത് വെക്കാറുണ്ട് 4 into 3 എന്ന് എഴുതും. ഫോർത്ത് ടേം ആണ്. അപ്പോൾ ആ ടേമിനകത്ത് ഐ മീൻ ഫോർത്ത് ആ പൊസിഷനിൽ ആരാ ഉള്ളത്? 8 എന്നുള്ള വാല്യൂ ഉള്ളത്. സോ അതുകൊണ്ട് ആരും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. 8 into 3 ആണ്. സോ ദാറ്റ് ഈസ് 24. സം ഓഫ് ദീസ് 3. ഓക്കെ. ദെൻ അടുത്തത് ഇതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് സെക്ഷൻ വാട്ട് ഈസ് ദാറ്റ്? what is the sum of the fifth term from second to the sixth term. ഓക്കെ. സെയിം ഇതേ വേയിൽ ഇതെങ്ങനെയാണ് ചെയ്യുക നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ മീൻ ബാക്കിയുള്ള സെക്ഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഐ മീൻ ഇതിൻ്റെ ബി പാർട്ട്, സി പാർട്ട്, ബാക്കിയുള്ള എല്ലാ പാർട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എടുക്കുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഓക്കെ. നമുക്കിത് സ്റ്റാർട്ടിങ് തൊട്ടേ കൺസെപ്റ്റ് ക്ലിയർ ആയി പോകണം. അപ്പോഴാണ് നമ്മൾ മാർച്ച് എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ആവുള്ളൂ. സോ എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. താങ്ക് യു.